കൃഷിഭവനിൽ നിന്നും കിട്ടിയ കുറച്ച് പച്ചക്കറി തൈകളാണ് കേട്ടോ ഇത്. ചെറിയ ചെറിയ തൈകളാണ്. കാബേജ്, കോളിഫ്ലവർ തൈകളാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പാചകമൊന്നുമല്ല കേട്ടോ. ഇന്ന് കുറച്ച് പച്ചക്കറി നടുന്ന വീഡിയോ ആണ്. അപ്പം നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൃഷിഭവനിൽ നിന്ന് കുറച്ച് പച്ചക്കറി തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാബേജ്, കോളിഫ്ലവർ തൈകൾ കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഗ്രോ ബാഗ്, നല്ല ഗ്രോ ബാഗൊന്നും ഉണ്ടായില്ല. പഴയ കുറച്ച് ഗ്രോ ബാഗായിരുന്നു. അപ്പോൾ ഗ്രോ ബാഗിലും സാധാരണ പഴയ ചെടിച്ചട്ടിയിലാക്കിയിട്ട് ഞാനത് നട്ടു കൊടുത്തിരുന്നു കേട്ടോ. കുറച്ച് വളം മണ്ണൊക്കെ ഇട്ടിട്ടാണ് ഞാനത് അന്ന് നട്ടു കൊടുത്തിരുന്നത്. അന്ന് ഞാൻ 15 ദിവസം മുമ്പ് ഞാൻ നട്ടു കൊടുത്ത തൈകളാണ് കേട്ടോ ഇത്. 15 ദിവസമായപ്പോൾ ഇത്രയും വളർച്ചയായി കേട്ടോ. അപ്പോൾ ഇനി ഇതിങ്ങനെ നിർത്തിയാൽ കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കത് വേറെ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മണ്ണിലൊക്കെ നമുക്ക് വെക്കണ്ടേ. അപ്പം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് കാര്യമില്ല. അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. ഇത്രയും വളർച്ചയായി. അപ്പം നമുക്ക് ഇനി അത് വീണ്ടും വേറെ ഗ്രോ ബാഗിലേക്ക് നമുക്ക് അത് മാറ്റാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ മാർക്കറ്റിൽ പോയിട്ട് ഒരു ചാക്ക് വളം വാങ്ങിച്ച് കൊണ്ടുവന്നു കേട്ടോ. ഇതാണ് വളം. ഒരു ചാക്ക് വളം. പിന്നെ ഞാൻ ഓൾറെഡി 3-4 ചാക്ക് ചാണകപ്പൊടി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ചാണകപ്പൊടിയാണ് കേട്ടോ. അത് വീട്ടിലെ പറമ്പിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 3-4 ചാക്ക് ചാണകപ്പൊടി ഇവിടെ ഉണ്ടായിരുന്നു. വളം വാങ്ങിച്ച് കൊണ്ടുവന്നു ഒരു ചാക്ക്. അതിനുശേഷം കുറച്ച് ഗ്രോ ബാഗും, പുതിയ ഗ്രോ ബാഗ് വാങ്ങി കേട്ടോ. ഇപ്പോൾ ഗ്രോ ബാഗ് വാങ്ങിച്ച് ഗ്രോ ബാഗ് നിറയ്ക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഗ്രോ ബാഗിൽ കുറച്ച് കരിയിലയാണ് കേട്ടോ നിറയ്ക്കുന്നത്. കരിയില അടിയിൽ കുറച്ച് കരിയില ഇട്ട് കൊടുക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഗ്രോ ബാഗിൽ കുറച്ച് കരിയില ഇട്ട് കൊടുത്തു. കരിയിലയൊക്കെ ഇഷ്ടംപോലെ ഇവിടെ കിട്ടാനുണ്ട്. സാധാരണ വെറ്റടിച്ച് കിട്ടുന്നതും പറമ്പിലും ഒക്കെ വീഴുന്ന ധാരാളം കരിയിലയുണ്ട്. അപ്പോൾ കരിയിലയൊക്കെ ഞാൻ അടിച്ച് കൊണ്ടുവന്നിട്ട് അത് ഈ ഗ്രോ ബാഗിൽ അടിയിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതും ചീഞ്ഞ് കഴിഞ്ഞാൽ, അത് പൊടിഞ്ഞ് ചീഞ്ഞാൽ അതും ഒരു വളമാണല്ലോ. ഇതാ അപ്പോൾ കരിയില ഞാനിങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം മണ്ണ് ഇട്ട് കൊടുക്കണം. മണ്ണിൽ ഇതുപോലെ കുമ്മായൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതാ കുമ്മായം ഇട്ട് വെച്ചിരുന്ന മണ്ണ് കരിയിലയുടെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുകയാണ്. അതിലുള്ള കല്ല് വേരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കളഞ്ഞു കേട്ടോ. ഇതാ മണ്ണ് ഞാനിങ്ങനെ നിറച്ചു കേട്ടോ. അതിനുശേഷം ഗ്രോ ബാഗ് ഒന്ന് പതുക്കെ ഒന്ന് മടക്കി വയ്ക്കുകയാണ്. കാരണം ചെടികൾ നമുക്ക് വളരുന്നതിന് നമുക്കത് നിർത്തി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് മടക്കി വയ്ക്കുന്നത്. മണ്ണിട്ടതിന് ശേഷം അത് ഗ്രോ ബാഗ് മടക്കി വെച്ചു. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചാണകപ്പൊടി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം വെള്ളം ഞാൻ ചാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വെള്ളം 1 ഗ്ലാസ് വെള്ളം. അതിൽ എല്ലുപൊടി ഉണ്ട്, കപ്പലണ്ടി പിണ്ണാക്കുണ്ട്, വേപ്പ് പിണ്ണാക്കുണ്ട്. എല്ലാം മിക്സ് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും കൂടി ഞാൻ 1 ഗ്ലാസ് അതും കൂടി ചേർത്ത് കൊടുത്തു. മണ്ണിൻ്റെ മുകളിൽ ആ വളം കൂടി ചേർത്തു. ഒന്ന് സെറ്റാക്കി. അതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒന്ന് നനച്ച് കൊടുത്തു കേട്ടോ. പൈപ്പിട്ടൊന്ന് നനച്ചു. ഇതുപോലെ ഞാൻ 15 ഗ്രോ ബാഗ് തയ്യാറാക്കി കേട്ടോ. 2 ഗ്രോ ബാഗ് തയ്യാറാക്കിയതാണ് നിങ്ങളെ കാണിച്ചത്. 15 ഗ്രോ ബാഗ് ഞാൻ ഇതുപോലെ തയ്യാറാക്കി വെച്ചു. അതിലേക്ക് നമ്മൾ ഓരോ തൈകളും ഇങ്ങനെ പറിച്ച് നടുകയാണ് കേട്ടോ. പഴയ ഗ്രോ ബാഗിൽ നിന്നും ചെടിച്ചട്ടിയിൽ നിന്നൊക്കെ ഞാനത് ഓരോന്നും ഇങ്ങനെ പറിച്ച് ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാമല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാബേജ്, കോളിഫ്ലവർ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. പച്ചമുളക്, വെണ്ടയ്ക്ക, തക്കാളി, വഴുതനങ്ങ അതൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതെനിക്ക് ഉണ്ടാവാറുണ്ട്, ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് ശരിയാവോ ഉണ്ടാവുമോ ഒന്നും പറയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ ട്രൈ ചെയ്യാണ്. കൃഷിഭവനിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോയി കേട്ടോ. എല്ലാ വർഷവും വരാറുണ്ട്. അപ്പോൾ കൃഷിഭവനിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ഉണ്ട്. അപ്പോൾ കൃഷിഭവനിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർ വാട്സപ്പ് മെസ്സേജ് ഇടും. അപ്പോൾ നമ്മൾ ആവശ്യക്കാർ പോയി വാങ്ങി. അങ്ങനെ ഞാൻ പോയി വാങ്ങിയതാണ്. ഇനിയും എന്തൊക്കെയാണ് വളമോ എന്തൊക്കെയാണ്
കൃഷിഭവനിൽ വന്നിട്ടുണ്ടെന്ന് മെസ്സേജ് വന്നിരുന്നു. പറ്റുമെങ്കിൽ പോയി വാങ്ങിക്കാം. തൈകളൊക്കെ നട്ടതിന് ശേഷം ഞാൻ സ്യൂഡോമോണസ് ലായനി തളിച്ച് കൊടുക്കുകയാണ്. സ്യൂഡോമോണസ് ലായനി പൗഡറാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. 1 ടീസ്പൂണ് പൗഡർ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് ചെടികൾക്ക് വാട്ടൊന്നും ഇല്ലാതിരിക്കാനും വേര് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ സ്യൂഡോമോണസ് ലായനിയും കൂടി അതിന് ഒന്ന് തളിച്ച് കൊടുത്തു. ഇനി ഒരു 10, 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് കുറേശ്ശെ മണ്ണും വളമൊക്കെ വീണ്ടും ഇട്ട് കൊടുക്കാം. നമ്മളൊന്ന് ട്രൈ ചെയ്യാമല്ലോ. നമുക്ക് കാബേജും കോളിഫ്ലവറൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. അപ്പോൾ സാധാരണ ഈ കോളിഫ്ലവറിലൊക്കെ ധാരാളം പുഴും ഒക്കെ ഉണ്ടാവും. കാരണം അത് വിഷം അടിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. വിഷമയമില്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാ അങ്ങനെ ഞാൻ സൂഡോമോണസ് ലായനി മുഴുവൻ ഇങ്ങനെ എല്ലാ ചെടികൾക്കും ഞാനിങ്ങനെ തളിച്ച് കൊടുത്തു കേട്ടോ. എല്ലാം ഞാനിങ്ങനെ തളിച്ചെല്ലാം ഞാനിങ്ങനെ തയ്യാറാക്കി. അപ്പോൾ ഇനി ചെടിയൊക്കെ വളരുമ്പോൾ ഞാൻ കാണിക്കാം. കോളിഫ്ലവറും കാബേജൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും തരാം ഞാൻ കറി വയ്ക്കാനൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ സൗകര്യം പോലെ നിങ്ങളിങ്ങനെ ഗ്രോ ബാഗൊക്കെ നിറച്ച് ഇങ്ങനെ ചെടികളൊക്കെ നട്ട് പച്ചക്കറികളൊക്കെ വീട്ടിലുണ്ടാക്കാൻ ശ്രദ്ധിച്ചോളൂ. നല്ല കാര്യമല്ലേ നമ്മൾ വീട്ടിൽ പച്ചക്കറി ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെല്ലിക്ക എങ്ങനെയാണ് നമ്മൾ ഉണക്കിയെടുക്കണമെന്നൊന്ന് കാണിക്കുന്ന ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിനെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഒരു 1/2 കിലോ നെല്ലിക്ക വാങ്ങി നല്ലപോലെ കഴുകി തുടച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെല്ലിക്ക ഇങ്ങനെ ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ പൊടിച്ച് നമുക്ക് തലയിൽ മുടി ഡൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ നമുക്ക് 1 ടീസ്പൂൺ പൗഡർ ഇട്ട് കുടിച്ചാലും വളരെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് നെല്ലിക്ക ഉണക്കി വെക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു അലുമിനിയം ഫോയിൽ ഒരു ചെറിയ കഷ്ണം അലുമിനിയം ഫോയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അലുമിനിയം ഫോയിൽ ഞാനിങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. ഒരു കഷ്ണം ഞാനിങ്ങനെ അലുമിനിയം ഫോയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇതിപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നല്ല തുണിയിലോ നല്ല പേപ്പറിലോ ഒക്കെ ഇട്ട് എടുക്കാം കേട്ടോ. ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല തുണിയിലൊക്കെ ഇട്ട് നമുക്കിങ്ങനെ ചെയ്യാം. അതിന് ശേഷം ഞാൻ നല്ല ഒരു നെല്ലിക്ക എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്യണം കേട്ടോ. ഗ്രേറ്ററിൽ വെച്ചിട്ട് ചെറുതായി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലോണം പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടുമല്ലോ. അല്ലെങ്കിൽ അത് ഉണങ്ങാൻ വിഷമാവും. ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് 3, 4 എണ്ണം ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തു. ഇങ്ങനെ നെല്ലിക്ക ഉണക്കി പൊടിച്ച് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. മുടിയിലേക്കും നമുക്ക് കഴിക്കാനായാലും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ എല്ലാ നെല്ലിക്കയും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തു കേട്ടോ. എല്ലാം നല്ലപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തു, നല്ലപോലെ ഇങ്ങനെ പരത്തി. അതിനുശേഷം നമുക്ക് നല്ല വെയിലത്ത് വയ്ക്കരുത്. ചെറിയ വെയിലത്ത് അല്ലെങ്കിൽ ഫാനിൻ്റെ അടിയിലൊക്കെ വെച്ച് നമുക്കിങ്ങനെ ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ നല്ലപോലെ ഉണക്കിയെടുത്തു കേട്ടോ. ഇനി നമുക്കിത് പൊടിച്ച് നമുക്ക് ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.